എന്തൊരു മാമ ചുമ്മാ വലിയ സന്തോഷത്തിലാണല്ലേ. നിങ്ങളുടെ അടുത്ത് പറയാത്ത എന്തെങ്കിലും കാര്യം എനിക്കുണ്ടാവാമ എൻ്റെ ജീവിതത്തിൽ? എന്തരാണ് പുതിയ കാര്യം? ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോണോമ്മ. നല്ല കാര്യോടാ. ആരൊക്കെ ആയിട്ട് തുടങ്ങാൻ പോണ? ഒറ്റയ്ക്ക് തന്നെ? ആരൊക്കെ? ഞാൻ എൻ്റെ പെമ്പറന്നാരും കൂടെ. നിന്റെ ഭാര്യയായിട്ടാ? ഓ അത് കൊള്ളാടേ കൊള്ളാം. എന്തരാണോ എന്തോ ബിസിനസ്? പാചകം. നല്ല കാര്യോടാ, നല്ല കാര്യം. ഒരു ചെറിയ കടയെടുത്തും വെച്ച് 5-6 പേരൊക്കെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം. അങ്ങനെ കടയെടുത്തുള്ള പരിപാടിയല്ലാമ. വേണ്ട, വീട്ടിൽ തന്നെ മതി. ഇപ്പൊ വീട്ടിലെ ഊണാണല്ലോ പാഷായി. എൻ്റെ മാമ വീട്ടിൽ കൊടുക്കണ ഊണും അല്ല. എടാ ചെറുക്ക, വേണ്ട, ഒരു കൊച്ചു തട്ടും എടുത്ത് വെച്ച് 50 ഊണ് കൊടുത്താലും മാമ ഊണ് കൊടുക്കണ പരിപാടിയല്ല എൻ്റെ പൊന്നു മാമ. പിന്നെ എന്തരാണെന്ന് വെച്ചാ പറയടാ. യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനലുകാർക്ക് ആഹാരം വെച്ച് കൊടുക്കണം. കൊള്ളാം, അതും കൊള്ളാം. മാമ യൂട്യൂബ് ചാനലുകാർക്ക് ആഹാരം വെച്ച് കൊടുക്കണല്ല, യൂട്യൂബ് ചാനലിൽ ഈ പാചകം നടത്തണല്ലേ പരിപാടി, അത് തുടങ്ങാൻ വേണ്ടി. അത് ആരാണ് അവതരിപ്പിക്കുന്നേ? എൻ്റെ പെമ്പറന്നാര്. അവളാകുമ്പോ സുന്ദരിയല്ലേ അമ്മ? സുന്ദരിയൊന്നും അങ്ങനെ ഒന്നും നോക്കണ്ട. പിന്നെ ആരെങ്കിലും ഒരാൾ സാരിയും ചുറ്റിക്കൊണ്ട് നിന്നൊരു പരിപാടി അവതരിപ്പിച്ചാലും ലക്ഷക്കണക്കിന് ആളുകൾ കയറി കാണുവാടാ. അപ്പൊ ഞാൻ സാരി ചുറ്റിക്കൊണ്ടിരുന്നാ മതിയാമ? അയ്യോ, അത് വേണ്ടടാ, അത് വേണ്ട. അപ്പൊ ക്യാമറ ചെയ്യുന്ന ആരേ? നിങ്ങൾ എൻ്റെ അടുത്ത് വരണം തരുന്നു. പിന്നെ നീ അല്ലേ വിളിച്ചത്? മാമ എൻ്റെ അടുത്ത് വിളിച്ചതല്ല. പിന്നെന്തരേ? ഞാനാണ് ക്യാമറ ചെയ്യണത്, ക്യാമറാമാൻ. അതിന് നിനക്ക് എന്തെങ്കിലും നൊട്ടി അറിയാം ക്യാമറ ചെയ്യാൻ? എൻ്റെ പൊന്നു മാമ മൊബൈൽ എടുത്ത് ഇങ്ങനെ പിടിച്ചാൽ പോരാമ? അതും ശരി തന്നെ. ഈ ലോകത്തുള്ള സകല ആളുകളും ഇപ്പം മൊബൈലിൽ ക്യാമറാമാരല്ലേ. അപ്പൊ എനിക്ക് ചെയ്തുകൂടാമ? നിനക്ക് ധൈര്യമായിട്ട് ചെയ്യാം. വിജയിക്കുമല്ലാമ? പിന്നെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള്? അതായത് നമ്മൾ പാചക പരിപാടിയാണ്. പാചകം നമ്മൾ ഉണ്ടാക്കണത് മട്ടൻ ചന്ന പിന്ന. അയ്യേ, അത് വൃത്തിയായിട്ട പേര്, ചന്ന പിന്ന. മാമ അതൊരു വെറൈറ്റി അല്ലേ മാമ? ഇപ്പൊ വെറൈറ്റിക്കാണ് ആവശ്യം മാമ. ഓ, ഇത് വെറൈറ്റിയാണോ ചന്ന പിന്ന? പിന്നെ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. നേരെ കടയിൽ പോയി 1/2 കിലോ ബീഫ് വാങ്ങിക്കും. നടത്തേ. എന്ത്? മട്ടൻ ചന്ന പിന്നക്ക് ബീഫ് വാങ്ങിച്ചാ ശരിയാവോടാ? എന്റെ മാമ, ഈ കാണുന്നവർക്കറിയാമോ ഇത് ബീഫാണോ മട്ടനാണോ ചിക്കനാണെന്ന്? ശരി, എന്നെ വായും മുളന്നിരിക്കല്ലേ. പിന്നെ ഇത് കുനു 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 കുനാറ്റരിയും. അങ്ങനെയാണെങ്കിൽ കുന്നെ കൊറിയകൾ അങ്ങനെ ഒരു പാട്ട് കൂടെ കൊടുത്താല മാമ കോപ്പി റൈറ്റ് അടിക്കും മാമ. അയ്യോ, അങ്ങനെയാണെങ്കിൽ വേണ്ടടാ. ഈ കുനുകുന അരിഞ്ഞ് ഇറച്ചിയിൽ ചട്ടിക്കകത്തെടുത്തിടും. ചട്ടിക്കകത്തിട്ട് അപ്പൊ എണ്ണ ഒഴിക്കണ്ടേടാ മാമ. അതല്ലേ വെറൈറ്റി എന്ന് പറഞ്ഞത്? എന്തൊരു വെറൈറ്റി? എണ്ണ ഇല്ലേ? ഇറച്ചി ഇട്ടിട്ട് അതിന്റെ മുകളിൽ എണ്ണ ഒഴിക്കും. ഓ, അതിന്റെ മുകളിൽ എണ്ണ ഒഴിക്കും. എന്നിട്ട് ഇളക്കും. ഇത്തുപൂരം മഞ്ഞപ്പൊടി, ഇത്തുപൂരം മല്ലിപ്പൊടി, ഇത്തുപൂരം മുളക് പൊടി, ഇത്തുപൂരം പേസ്റ്റ് അങ്ങിടും. അത് കാൽഗേറ്റാ അതാ ക്ലോസപ്പാ മാമ? ആ പേസ്റ്റ് അല്ല ഈ പേസ്റ്റ്. പിന്നെ പല്ലി കഴിക്കുന്ന പേസ്റ്റ് അല്ലേ മാമ? ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയും. ഓ ഓ ഓ ഓ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ച പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഇളക്കും. 1/2 മണിക്കൂർ അടച്ചു വെക്കുക തീയിൽ. ഇതങ്ങിരുന്ന് വേവും. ഇളക്കണ കൈ കൊണ്ടാ അതാ തവിയുണ്ടാ? തവിയുണ്ട്. ഇത് ഇളക്കി കഴിഞ്ഞ ഉടനെ 1/2 മണിക്കൂർ എടുത്ത് പ്ലേറ്റിൽ വെക്കും. അപ്പൊ ഇവിടെ അവിടെ നിന്ന് മാറി ഇനി വരും. ഞാൻ മുമ്പ് പ്ലേറ്റും കൊണ്ട്. അതെന്തരനെ മാമ? തിന്നണ്ട കാണിക്കണ്ടേ മാമ? അതിന് വേറെ ആള് തന്നെ വേണം. അത് ഞാൻ എടുത്ത് ഉപ്പില്ല അല്ലേടാ? മാമനെ കണ്ടു കൊടുത്തില്ലേ മാമ? നീ ഉപ്പിടുന്നത് മാമൻ കണ്ടില്ല. മാമ, ഈ കാണുന്നവർക്കറിയാമോ ഇതിന് ഉപ്പുണ്ടാ മുളകുണ്ടാ പുളിയുണ്ടാന്ന്? നമ്മളെന്തിനാണെന്നറിയാമോ? നല്ല രുചിയുണ്ടെന്ന് വിചാരിച്ചോട്ട് നല്ല രുചിയോടെ നമ്മുടെ തിന്നാ മതി മാമ. ഇങ്ങനെ തിന്നുമ്പോ ഒരു അപശ്രുതി വരുമല്ലടാ. അതിരാമ അപശ്രുതി? താറാവ് വിളിക്കുമ്പോലെ വാവ് വാവെന്ന്. അത് നിങ്ങൾക്ക് ഇത്രയും നാൾ മനസ്സിലായില്ലേ? ഇല്ല മാമ. ഈ ചൂട് ഇറച്ചെടുത്ത് നമ്മൾ തിന്നും. അപ്പൊ തൊണ്ട കുഴി പൊള്ളും. അപ്പൊ വിളിക്കണ വാ 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 എന്ന്. ഓ, ബാങ്കോഴി വിളിക്കുമ്പോലേം വിളിക്കാം അല്ലേ? ഓ, അതാണ് ഇപ്പോഴത്തെ ഒരു പാഷനായിട്ട് മാറിയിരിക്കുന്നത്. ഇത് വിജയിക്കൂലടാ. എന്തിരാമ? ഇത് വിജയിക്കില്ല. നിങ്ങൾ എന്തിനാമോ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇടങ്കോല് പറയണത്? എടാ, ഇതേപോലത്തെ ഒരുപാട് പരിപാടികൾ പല ചാനലുകളിലും ഉണ്ട്. എന്തിനു പോലത്തെ? ഇതേപോലത്തെ ഈ ആഹാരത്തിന്റെ. അതുകൊണ്ട് വിജയിക്കൂല. പിന്നെ എന്തിനാൻ പറ്റും മാമ? എടേ, മലയാളിയൊക്കെ ആവശ്യം എന്തിനാണെന്ന് അറിയാമോ? എന്തിനാണ് ആഹാരം? പരദൂഷണവും കുത്തിത്തിരിപ്പും. എന്തിനാമ? പരദൂഷണവും കുത്തിത്തിരിപ്പും. അതിപ്പോ എങ്ങനെ ചെയ്യും മാമ? എടാ, കണ്ടവന്റെ വീട്ടിൽ എന്തെല്ലാം അവിഹിതം നടന്ന്
തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മറ്റവൻ്റെ മോള് ആരെ കൂടെ പോയി. ഇതേപോലത്തെ സാധനങ്ങൾ നീ എടുത്ത് കൊടുത്ത് നോക്ക്. എങ്കിലോ നിനക്ക് കോടിക്കണക്കിന് ആരാധകരും ഉണ്ടാവും. അപ്പോഴാ നീ കോടിപതിയാവൂടാ, കോടിപതി. തന്നെ വാ